എൻ്റെ ആദ്യ കോളർ ശ്രീ ചമ്പക്കുളത്ത് നിന്ന് ശ്രീ ശിവനാണ്. ശ്രീ ശിവൻ, ഹലോ. പറഞ്ഞോളൂ സാർ. ഈ ചമ്പക്കുളം എവിടെയാണ് ശിവൻ? കുട്ടനാടാണ്. ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന നെടുമുടി ചമ്പക്കുളം എന്ന് പറയുന്ന കുട്ടനാട്ടിൽ ഏറ്റവും സെൻട്രലായ സ്ഥലമാണ്. അതെ അതെ അതെ. നെടുമുടി ചമ്പക്കുളം എന്ന് പറയാവുന്നതാണ് കുട്ടനാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലം. അപ്പൊ ശ്രീ ശിവന് ഈ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടോ? കേട്ടായിരുന്നു. എന്ത് തോന്നി? ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് താങ്ങാൻ പറ്റും എന്ന് തോന്നിയോ, അതോ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രയാസത്തിലേക്ക് കൊണ്ടെത്തിക്കും സർക്കാരിനെ എന്ന് തോന്നിയോ? ഇത് സർക്കാർ അവർ കയറിയപ്പോ പറഞ്ഞതെല്ലാം വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്നതെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. കാര്യം ഇതൊന്നും നിലനിൽക്കുകയല്ല. ഈ ട്രാൻസ്പോർട്ട് ഒക്കെ ഫ്രീ സർവീസ് നടത്തുക എന്ന് പറയുന്നു ഒരിക്കലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ മറ്റ് ആശാമാർക്കോ അവർക്കോ ഇവർക്കോ ഒക്കെ ശമ്പളം കൂടുതൽ കൊടുക്കുക എന്ന് പറയുന്നത് അത് അത്ര അതിന് ഈ ട്രാൻസ്പോർട്ടില് ഈ ഫ്രീ സർവീസ് പോലൊന്നും അല്ലല്ലോ. പിന്നെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. കാര്യം ഈ സർവീസ് ഈ സർക്കാരിന് തന്നെ വലിയ നിലനിൽപ്പില്ല. കാര്യം എന്റെ അനുഭവത്തിൽ ഈ കഴിഞ്ഞ ഈ നമ്മുടെ 1977 തെരഞ്ഞെടുപ്പിന് ഈ സർക്കാരിന് UDF ഒരു 111 MLA-മാരുണ്ടായിരുന്നു. കേരള ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. 111 MLA-മാര് 3 കൊല്ലം ഭരിച്ചില്ല. 1980 ശ്രീ നായനാർ മുഖ്യമന്ത്രിയായി. ഇതെല്ലാം ഇവരുടെ ഭയങ്കരമായ ഒരു ഇണക്കാൻ അങ്ങോട്ട് കയറിയ ഉടനെ ഇതെല്ലാം കൂടി ചെയ്യുമെന്ന് പറയും. ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല, ഇതിലൊന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ അത്രയായില്ലേ ഈ സാധാരണപ്പെട്ട തൊഴിലാളികളും അവരും ഒക്കെ വിശ്വസിക്കത്തുള്ളൂ. തൊഴിലാളിക്കൊരു നേട്ടവും കോൺഗ്രസ് ഗവൺമെന്റ് 1957 മുതൽ ഇന്ന് വരെ കോൺഗ്രസ് ഗവൺമെന്റിൽ നിന്നും ഒരു നേട്ടം കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്തായാലും ഭൂപരിഷ്കരണ രംഗത്തായാലും. VD സതീശൻ സർക്കാരിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ, ചരിത്രം കുറിക്കാൻ കഴിയുമോ എന്നൊക്കെ. ശ്രീ ശിവൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ റിട്ടയറാണ്, ബാങ്കിലൊന്നും അല്ല. റിട്ടയർ ചെയ്തു. വെരി ഗുഡ്. ഓക്കെ താങ്ക് യു. അപ്പൊ ആശംസകളും. ഓക്കെ താങ്ക് യു. അപ്പോൾ ശ്രീ കുഞ്ഞാമത് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുഞ്ഞാമതിനും ഈ പരീക്ഷണങ്ങൾ അധികകാലം മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷ ഉണ്ടാകില്ല അല്ലേ? കുഞ്ഞാമത് എനിക്ക് തോന്നുന്നു ടെലിഫോണിൽ എവിടെ ശ്രദ്ധിക്കുകയാണ്. ശ്രീ സുബൈറെ, ഇതൊക്കെ തുടക്കത്തിലുള്ളൊരു ഇതാണ്. ഇത് അങ്ങനെ അധികം മുന്നോട്ട് പോകില്ലെന്ന് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ സുബൈർ എന്ത് പറയുമെന്ന് അതിന് മറുപടി പറയുമെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ അതിന് കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം. അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ UDF പറയാറുള്ളൂ. അതൊന്ന് ഇപ്പൊ ചെയ്തപ്പോ തന്നെ അവർക്കൊക്കെ അടിയായി തുടങ്ങി. ഇപ്പൊ നവകേരള സദസ്സിൽ അടിച്ച പിള്ളേർക്കെതിരെ കേസ് രണ്ടാമത് പുനരന്വേഷണത്തിന് ഉത്തരവിട്ട്. അത് മാത്രം പോരാ, ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മുടെ കാസർഗോഡ് വെച്ചിട്ട് ചെടിച്ചിട്ടില്ലേ, ആ DIP പ്രവർത്തകയും കൂടി അകത്താക്കണം. അവരുടെ പേരിലും കൂടി കേസെടുക്കണം. അതുപോലെ പിന്നെ പറയൂ. പ്രതിഷേധിച്ച അവസ്ഥയോ? അതിനെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇതാക്കിയാൽ ജയരാജന്റെ പേരിൽ കേസെടുക്കണം, മുഖ്യമന്ത്രിനെ പിടിച്ചകത്താക്കണം. അതൊന്ന്. നമ്മുടെ ഈ പെടലി പോയ മന്ത്രി ഉണ്ടല്ലോ, വീണ ജോർജ്, ഒരാണും പെണ്ണും ഇല്ലാത്തൊരു സാധനം. തെറ്റായ പ്രയോഗമാണ്. ഈ കാലഘട്ടത്തിൽ സുബൈർ അത് തിരുത്തണം. അത് അങ്ങനെ ഒരു പ്രയോഗം അതിൽ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ആ വനിതാ പോലീസുകാർ പറഞ്ഞ് മാറിക്കും മേഡം എന്ന് പറഞ്ഞപ്പോ മൂപ്പര് സാരി വളച്ചു കുത്തിയിട്ട് അങ്ങാടിയിലൊക്കെ കാണുമ്പോൾ വൃത്തികേട് കാണിച്ചാളെ 2 കെട്ടർ കളിയല്ലേ കളിച്ചു. എന്റെ പിള്ളേരുടെ കേസും കൊടുത്ത് 20 ദിവസം അകത്തിട്ട്. ഇപ്പൊ മൂപ്പര് പറഞ്ഞ് ശശി പറഞ്ഞ് എഴുതി ചേർത്താണെന്ന്. അതില് അവരെ റിപ്പോർട്ടിൽ ശശി എഴുതി ചേർത്താണെന്ന്. ഇങ്ങനെ മാരകായ കൊണ്ട് അടിച്ചിരുന്നു, മാരക അടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടല്ലേ, നിങ്ങൾ TV തന്നെ പ്രക്ഷേപണം ചെയ്തല്ലേ. അതെന്തായി? അത് മാത്രല്ല, കുന്നംകുളത്ത് വെച്ച് എന്താ നടന്നത്? ആ പൂജാരിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആ പയ്യനെ കല്യാണം കഴിച്ച് അവനെന്താക്കിയത്? പോലീസുകാർ ഇടിക്കുന്ന ഇടി കണ്ടില്ലേ? കൂമ്പ്. അവന് മര്യാദക്ക് ജീവിക്കാൻ പറ്റുമോ? മര്യാദയ്ക്ക് അവന് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിണറായിയുടെ കുറച്ച് പോലീസുകാരുണ്ട്, അവർക്ക് കൂടി പണിഷ്മെന്റ് കൊടുക്കണം. അവരൊക്കെ സസ്പെൻഡ് ചെയ്ത് കളയണോ? റിട്ടയർമെന്റിൽ അവർക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പാടില്ല. നമ്മുടെ പെൻഷൻ പൈസ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് പെൻഷൻ പോലും കൊടുക്കാൻ പാടില്ല. പിന്നെ ഇതെന്തിനാ ഒരു ബുദ്ധിമുട്ടിന്? അവരെ ആഘോഷത്തിന് കംപ്ലീറ്റ് ഭരിച്ചപ്പോൾ എല്ലാ കാര്യത്തിനും ഇലക്ഷന്റെ ഫണ്ടിനൊക്കെ കൂടി എന്താ ചെയ്തത്? സർക്കാരിന്റെ പൈസ ദൂർത്തടിച്ചു. ഇവിടെ കിസ്ബി നിൽക്കല്ലേ? കിസ്ബി കടവറ്റാത്ത പശുവിന് പോയി നിൽക്കണ്. കട എടുത്തിട്ട് ഇവർ ചെയ്തോട്ടെ സുഖമായിട്ട്. അവർക്ക് മാത്രമല്ല കട എടുക്കുന്ന നിയമം.
UDF-നും കടെടുക്കാമല്ലോ. കടെടുത്ത് സൂപ്പർ ഐറ്റം ചെയ്തിട്ട് എല്ലാം കൊടുക്കട്ടെ, ജനങ്ങൾക്കൊക്കെ വാരി കോരി കൊടുക്കട്ടെ. ശരി, വ്യക്തമാണ് താങ്കളുടെ ജനങ്ങൾക്ക് വാരി കാരി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ സുബൈറിൻ്റെ പ്രതികരണങ്ങൾ കറക്റ്റാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കുഞ്ഞാമത് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. കുഞ്ഞാമതെ, നിങ്ങൾ അവരെയൊക്കെ നല്ല അടി കൊടുത്ത പോലീസുകാരെയൊക്കെ അവർ തെരഞ്ഞു പിടിക്കാൻ തുടങ്ങി കേട്ടോ. ശ്രീ കുഞ്ഞാമത് ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. നമസ്കാരം. നിങ്ങളെ പോലീസിനെ വിട്ട് അവരെ അടുപ്പിച്ചു. ഇപ്പോൾ പാവം പോലീസുകാരൊക്കെ കുടുങ്ങുമെന്നാണ് തോന്നുന്നു. പുനരന്വേഷണം വരുന്നു, മറ്റാളുകൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാകുന്നു. സർക്കാർ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഞാൻ പറയാം, അങ്ങ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. 62 ലക്ഷം ആൾക്കാർ പെൻഷൻ വന്നിട്ട് കേരളത്തിൽ കമാന്നൊരക്ഷരം ഈ മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ട് ഈ മാസം പൈസ ആരാ കൊടുക്കാന്നാവും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ടെലിഫോൺ അവിടെ എന്താ കനത്ത മഴ. 62 ലക്ഷം ആള് പൈസ വാങ്ങുന്നുണ്ട് കേരളത്തിൽ പെൻഷൻ പൈസ. ഒരക്ഷരം പറഞ്ഞിട്ടില്ല, ഒരക്ഷരം മിണ്ടിക്കില്ല. എന്താ കാഴ്ചപ്പാടെന്തായി ചാനലുകാരെ? എന്താ എനിക്ക് അങ്ങ് പറയുന്ന പെൻഷൻ പൈസ വാങ്ങുന്നതിന് ഇപ്പൊ എന്താ മിണ്ടണ്ടെന്ന്? 62 ലക്ഷം ആള് പൈസ വാങ്ങുന്നുണ്ട് കേരളത്തിൽ പെൻഷൻ പൈസ. അത് പെൻഷൻ പൈസ സർക്കാർ കാലാകാലങ്ങളിൽ കൂട്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമല്ലേ? പൈസ ആരാ കൊടുക്കുക? പൈസ ഇനി അടുത്ത സർക്കാർ കൊടുക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ശ്രീ മൈക്കിൾ ഇടുക്കിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ മൈക്കിൾ. ഹലോ സാറേ, നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഫലപ്രഖ്യാപനം വന്ന പിറ്റേ ദിവസം വിളിച്ചതാണ് ഞാൻ. കിട്ടിയില്ലേ? കിട്ടി. 5 പ്രാവശ്യം വെച്ച് ബെല്ലുണ്ടായിരുന്നു 2 ദിവസം. പക്ഷെ എന്താ വെച്ചാല് എടുത്തില്ല, അതാണ് പ്രശ്നം. അത് എന്തെന്ന് വെച്ചില്ല, ഇത് എന്നെ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും അത് വേക്കന്റ് ആയിരിക്കില്ല. അപ്പോഴാണ് ഇത് ഇതാവുന്നത്. അന്ന് 2 വേറെ പരിപാടികളായിരുന്നു ഇടയ്ക്ക്. അത് ശരി, അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സാർ ഓർക്കുന്നുണ്ടായിരിക്കും, LDF 82 സീറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അത്രത്തിൽ എത്താൻ പറ്റിയില്ല. അന്ന് ഞാൻ മൈക്കിളിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തായാലും LDF സർക്കാർ തന്നെ തുടർഭരണം ഉണ്ടാവുമെന്ന്. പക്ഷേ പക്ഷേ പരാജയം ആണ്. പക്ഷേ ഇങ്ങനെ വലിയൊരു വിജയം മൈക്കിൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കലുമില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ എന്താണ്? എന്ത് പറ്റിയതായിരിക്കണം? എന്ത് പറ്റിയതായിരിക്കണം എന്ന് പറഞ്ഞാലേ, അത് ഒരു കാര്യം കൊണ്ടല്ലല്ലോ. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിലൊക്കെ, ഒത്തിരി കാര്യങ്ങളാണ്. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നു. ഏതായാലും ഈ പ്രഖ്യാപനങ്ങൾ ജനം കൈയടിച്ച് സ്വീകരിക്കുകയാണ്. പക്ഷേ ഇത് കുറെ കഴിയുമ്പോൾ പ്രതിസന്ധിയാകുമോ, സാമ്പത്തിക പ്രതിസന്ധിയാകുമോ, അത് വരുമാനം വർദ്ധിപ്പിച്ച് സർക്കാരിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ? അല്ല, കേരളത്തിൽ ഇങ്ങനെ ഒരു ജനപ്രിയ ഇതുകൾ പ്രഖ്യാപിക്കുമ്പോൾ കൈയടിക്കണം. ഞാൻ പറയുന്ന മുഴുവൻ പേരും കൈയടിക്കണമെന്നാ. എല്ലാരും കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഇപ്പം നടക്കട്ടെ, പിന്നെ നടക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യം. നമുക്ക് ഇപ്പോഴത്തെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ഇപ്പോഴത്തെ കാര്യം നോക്കുക. നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റിയല്ല. പക്ഷെ ഇന്ന് പറഞ്ഞിട്ട് ഇനി ഇത് ദീർഘകാലം പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊന്നും ദീർഘകാലം പോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. ഇപ്പൊ ഈ KSRTC ഇങ്ങനെ പറയുന്നത് കേട്ടു. ഒരിക്കലും നടക്കുന്നത് ഈ പറയുന്ന രീതിയിൽ നടത്താൻ പറ്റാത്ത ഒരു സംഭവം. ഞാൻ ഇടുക്കിയില്ല, ഇവിടെ KSRTC ഒന്നും ഇല്ല. ഞങ്ങളുടെ വഴിയിലൊന്നും KSRTC ഇല്ല. KSRTC എന്ന് പറഞ്ഞാൽ അവിടെ ലോക്കൽ സർവീസ് നടത്തുന്നുണ്ടാവില്ല. അല്ലാതെ തൊടുപുഴയിലേക്കൊക്കെ എത്രയോ KSRTC അല്ല, അവിടെയൊക്കെ ഉണ്ട്. അതാ ഇപ്പൊ ഒരു ഫ്രീ സർവീസിന് പോകണമെങ്കിലേ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ കയറി കാത്തു നിന്ന് വേണം പോകാൻ. അവർക്കറിയാം എങ്ങനെ ആളുകളൊന്നും ഇല്ല എന്നറിയാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും. KSRTC 100 കണക്കിന് സർവീസുകൾ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതല്ലേ അവർ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പ്രൈവറ്റും അല്ല. അപ്പൊ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് KSRTC കൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നോക്കാം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ചാണ്ടിയും KPCC പ്രസിഡന്റ് ആക്കണമെന്നാണ് കേരള ഫേവറേറ്റ് എന്നോട് പറയുന്നത്. അത് നോക്കാം, നമുക്ക് അവർ ആക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഷിജു എന്നോടൊപ്പം ചേർന്നിട്ട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഷിജു നമ്മളെ റെസ്റ്റൊക്കെ എടുത്ത് തയ്യാറായി വരണമെന്നാണ് പറഞ്ഞത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ. ചാണ്ടി ഉമ്മനെ KPCC പ്രസിഡന്റ് ആക്കണമെന്നുള്ള തുടർ ആവശ്യങ്ങൾ ഇങ്ങനെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ വിമൽ കുമാർ വിശ്വനാഥൻ എന്നോടൊപ്പം ചേരുന്നു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നതോടൊരു KSRTC
ഉള്ള റൂട്ടുകളിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ സ്ത്രീകൾ കയറുന്നത് കുറയും. അങ്ങനെ ആ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യത്തിലൊരു തീരുമാനം ആകും എന്നാണ് പറയുന്നത്. ഒരു സൗജന്യം കൊടുത്ത് KSRTC നശിപ്പിക്കും. ഇത് നല്ല തീരുമാനം അല്ല എന്നുള്ള നിലയിലാണ് വിമൽ കുമാർ വിശ്വനാഥൻ്റെ പ്രതികരണം. When Modi came to power, everyone asked from where do you get the money? Likewise, VDS will also find some solution എന്നാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷയുള്ളവരുണ്ട്. അതാണ്, ഒരു സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കാൻ പലതരത്തിലുള്ള സ്രോതസ്സുകളുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തെ കൂടുതൽ ലാഭത്തിലാക്കാൻ നോക്കാം. അങ്ങനെയൊക്കെ വരുമാനം പലതരത്തിൽ വർദ്ധിപ്പിക്കാൻ നോക്കാം. സജീവ് കുമാർ എന്നോട് പറയുന്നു ഇവയെല്ലാം പാറശാല കഴിഞ്ഞ് ഒന്നാണ് കേരളത്തിൽ മാത്രം ഈ അടിയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രീമതി സൗമ്യ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എന്നോടൊപ്പം ചേരുന്നു. CM ഷുഡ് ഹാവ് സെറ്റ് റൈറ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ ഗീവ് ഫ്രീ ഫോർ വിമൻ ഇൻ KSRTC and other offers for students. Private bus will have problem എന്നുകൂടി എന്നെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അവരെന്തായാലും കേരളത്തിന് പുറത്തുള്ള ഒരു പ്രേക്ഷകയാണ്. അപ്പം അവിടുത്തെയൊക്കെ സാഹചര്യങ്ങൾ അവർക്കറിയാമായിരിക്കാം. അപ്പോൾ കിഷോർ കോന്നി എന്നോട് പറയുന്നു ഹായ് മനു എന്ന് പറയുന്നുണ്ട്. ജെയ്സൺ പറയുന്നു അർഹിക്കുന്നവർക്ക് മാത്രം സൗജന്യം കൊടുത്താൽ മതി എന്ന് പറയുന്നു. അർഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് ബഹുഭൂരിപക്ഷം സാധാരണക്കാരാണ്. നിറയെ കാറൊക്കെയുള്ള ആൾ വളരെ വിരളമായിട്ടല്ലേ KSRTCയിലൊക്കെ യാത്ര ചെയ്യും. അപ്പോൾ അർഹിക്കുന്നവർ തന്നെയാണ് അതിലുള്ള യാത്ര ചെയ്യുന്ന ആളുകൾ എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. എന്ത് ചോദ്യമാണ് അയാൾ ചോദിച്ചത്? കോഴിക്കോട് നിന്നുള്ളയാൾ ആരാണ് പെൻഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ എന്ന്. അത് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ്. അപ്പോൾ സർക്കാരിന് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പല സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടിയതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. സതി ബാബുരാജ് എന്നോടൊപ്പം ചേരുന്നു. മനു നമസ്കാരം, സുഖമാണോ? ദിസ് ഇസ് നോട്ട് പോസിബിൾ. 23rd or 4th സേവാ കേന്ദ്രം ഇനോഗ്രേഷൻ എന്ന് പറയുന്നു. അത് എന്നോട് നേരത്തെ പറഞ്ഞാണ്, ഞാനത് ഓർക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. അപ്പോൾ 4th സേവാ കേന്ദ്രമുണ്ട്, തുറക്കുന്നു. സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി എനിക്ക് ചുവന്ന ഇതും അയച്ചിട്ടുണ്ട്. ശ്രീ മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നത് ആലത്തൂരിൽ നിന്നാണ്. ശ്രീ മുരളീധരൻ പറയൂ. നമസ്കാരം. ശ്രീ മുരളീധരൻ പിന്നെ ആലത്തൂർ എവിടെയാണെന്നാണ് എന്നോട് ഒരിക്കൽ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. കുനിശ്ശേരിക്കാരൻ. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശ്രീ നമസ്കാരം. അങ്ങ് എന്ത് കരുതുന്നു? ഈ പ്രഖ്യാപനങ്ങൾ ഫലം കാണുമോ? കണ്ടിരുന്നു. ഞാൻ ന്യൂസ് എല്ലാം കണ്ടു. അങ്ങക്ക് എന്ത് തോന്നുന്നു? അതായത് ഇതിലിപ്പോ അടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾ ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കാരണം പറഞ്ഞാൽ മക്കളാരും അവരെ ശ്രദ്ധിക്കാതെ ഒന്നുമില്ലെങ്കിൽ വെളിയിലും മറ്റു അവരുടെ നിത്യ ജോലി തിരക്കുകൊണ്ട് പല സ്ഥലങ്ങളിലൊക്കെയാണ്, പല വീടുകളിലും അച്ഛനും അമ്മയും വയസ്സായവർ ഒറ്റയ്ക്കാണ് അല്ലേ? അപ്പൊ അവർക്കൊരു ഇത് രൂപീകരിക്കുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരുമാനമായിട്ട് ഈ സർക്കാരിന്റെ കാണാം. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് വയസ്സാകുന്ന പ്രായമാകുന്നവരുടെ എണ്ണമാണ് കൂടുതലായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണ്. അത് ഇവിടുത്തെ കേരള സംസ്ഥാനത്തെ മുഴുവൻ വയോധികരും ഉൾക്കൊള്ളും. അത് ഗവൺമെന്റിന് വലിയ നേട്ടമായി മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ KSRTCയുടെ ഫ്രീ കൊടുക്കുന്നത് അത് ഏറ്റവും ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയും. കാരണം പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ടണലിലാണ് ഈ KSRTC തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റ് ആ നഷ്ടത്തിന് പകരം പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും താഴെ ആളുകളായിരിക്കും ബസ്സിൽ പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ. അധികം സ്കൂട്ടറും കാറും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും സ്ത്രീകൾ മുഴുവൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും പോവുക. അപ്പൊ അവർക്കതൊരു വലിയൊരു ആശ്വാസമാണ് എന്നതാണ് എന്റെ കണ്ടെത്തലേക്ക്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഷാജി എന്നോടൊപ്പം കൊല്ലത്ത് നേരുന്നു. ശ്രീ ഷാജി നമസ്കാരം. മനുഭായ് നമസ്കാരം. അപ്പൊ ഷാജി പക്ഷെ കുറെ ദിവസമായില്ലേ നമ്മൾ സംസാരിച്ചിട്ട്? അതെ, കുറെ നാളായി. ഞാൻ ഇടയ്ക്ക് വെച്ച് പലപ്പോഴും ശ്രമിച്ചു, കിട്ടിയില്ല. ഇടയ്ക്ക് വെച്ച് അവസാന നിമിഷം കണക്ട് ആയി കൂടുതലൊന്നും സംസാരിക്കാനും പറ്റിയില്ല ഒരു ദിവസം. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ ഷാജി, ഈ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ഈ സർക്കാർ എന്ത് ചെയ്യുമെന്നാണ് ഷാജി കരുതുന്നത്? അല്ല, ധനസ്ഥിതി മെച്ചപ്പെടുത്താന്ന് പറഞ്ഞാൽ ഈ ധനസ്ഥിതി ഇപ്പൊ എന്നെ പോലെ മനുഭായിയെ പോലെ ഒക്കെ പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്നവരല്ലേ ഇപ്പോഴത്തെ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അവർക്ക് ധനസ്ഥിതിയെ കുറിച്ചൊരു സാമാന്യബോധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് എന്റെ ഒരു വീക്ഷണം. പക്ഷെ അങ്ങനെ ആ ധനസ്ഥിതിയെ കണ്ടുകൊണ്ടാണല്ലോ പിന്നെ അവര് പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ പ്രഖ്യാപിച്ചത്. അല്ല വേറെ എങ്ങനെ കൊണ്ടുവരുമെന്നോ വിചാരിച്ചിട്ടല്ലല്ലോ. അതിന് തീർച്ചയായിട്ടും ഇതൊക്കെ കൊടുക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കേണ്ടതാണ്. അവർ കൊടുക്കാൻ തീരുമാനിച്ചത് കൊടുക്കേണ്ടതാണ്. അത് കണക്കിന് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. 21,000 രൂപ ആശാ വർക്കർമാർക്ക് ശമ്പളമായി കൊടുക്കും, ഓണറേറിയം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3000-ൽ നിൽക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് വീമ്പ് പറയാനില്ല. അന്ന് വളരെ കട്ടൻട്രിയായിട്ട് സതീശൻ
പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ അന്ന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് ഒരു ദിവസം എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത്, എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ അത് ഇനി നോക്കി അടുത്ത ഘട്ടം വരും, ഉടനെ പുറകിൽ വരും എന്നാണ് പറയുന്നത്. വരട്ടെ, ഇത് ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കത്തില്ലല്ലോ. അപ്പോ പിന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി എങ്ങനെ ആയിരുന്നു എന്നൊരു സാമാന്യ ബോധമുള്ള മലയാളികളാണ് കേരളത്തിലുള്ളത്. അപ്പൊ അവിടെയൊക്കെ ഇപ്പൊ പാവപ്പെട്ടവരാണ് കെ എസ് ആർ ടി സി യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണെന്ന് പറയേണ്ടി വരുന്നു. അപ്പൊ കെ എസ് ആർ ടി സിയിൽ പോകുന്നവര് ഒക്കെ സ്ത്രീകൾക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുക? അവർക്ക് എത്ര നാളായി പിന്നെ മാസം 1-ാം തീയതി ശമ്പളം കിട്ടി തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പൊ നമ്മൾ ഒരു പിന്നെ ഇല്ലം ചൂടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രഖ്യാപിച്ചവർ തന്നെ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പലരും വന്ന് ഈ ചതുരവടിവിൽ വന്ന് ദൂഷിച്ച ഭരണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഈ കേരളത്തില് കഴിഞ്ഞ ഗവൺമെന്റ് ഒരു മോശപ്പെട്ട സർക്കാരാണ് എന്നുള്ളൊരു അഭിപ്രായം ഒരു സാമാന്യ ജനത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് എന്നിട്ട് കൂട്ടത്തോടെ ജനം കൈവിട്ടത്? അതൊരു ചോദ്യമല്ലേ? അത് ചോദിക്കാൻ ബാധ്യസ്ഥരാണ്, നിങ്ങളെ ചോദിക്കാൻ ബാധ്യസ്ഥരാണ്, പറയാൻ ഞാനും ബാധ്യസ്ഥനാണ്. അപ്പോ അതിന്റെ ഒരു പിന്നെ അതെന്ന് പറയുന്നത് ചില വിഷയങ്ങളുണ്ടായി, ചെറിയ വിഷയങ്ങളാണ്. പക്ഷെ അത് പൊലിപ്പിച്ചു നിർത്താൻ ചില വിരുദ്ധ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി UDF നല്ലത് ശ്രമിച്ചു. അത് ഫലവത്തായി എന്നുള്ളത് ഒരു ക്രോഡീകരിച്ച് പറയേണ്ടി വരുന്നു. അത് ഏറ്റവും വലിയ ജനമനസ്സ് സ്വാധീനിക്കാനുള്ള എന്നല്ലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഡിക്ലറേഷൻ ഉണ്ടായ ദിവസം, ഇലക്ഷന്റെ പിന്നെ ഫലപ്രഖ്യാപനം വന്ന ദിവസം, കേരളത്തിലെ ഏറ്റവും മുന്തിയ ചാനൽ എന്ന് അവകാശപ്പെടുന്ന ഒരു ചാനലിന്റെ മുഖ്യനായ ഒരു അവതാരകന്റെ അന്നത്തെ വാർത്ത അവതരിപ്പിച്ചതിന്റെ തുടക്ക ഇൻട്രോ ഇങ്ങനെയായിരുന്നു: തെമ്മാടി ഭരണം അവസാനിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഒരു മാധ്യമപ്രവർത്തകർ അവരുടെ ചാനൽ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതൊക്കെ എത്രയോ സർക്കാരുകൾ അങ്ങനെ പറഞ്ഞു പോരുത്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല ടെലിവിഷൻ ചാനലുകൾക്ക് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ അങ്ങേയറ്റം തകർക്കാനൊക്കെ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അതിന് അപ്പുറത്തേക്ക് ഇന്ന് സാങ്കേതിക സംവിധാനം വളർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യണമെങ്കിൽ പണ്ടത്തെ പോലെ ഒരു ടെലിവിഷനെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല, പത്രമാധ്യമങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് തന്നെ ഫോളോവേഴ്സ് എത്രയാണ്, അതുപോലെ മന്ത്രിമാർക്ക് ഫോളോവേഴ്സ് ഉണ്ട്, പാർട്ടി പ്രഖ്യാപനങ്ങൾ നടത്താൻ അവരുടേതായ ഫേസ്ബുക്ക് പേജുകളുണ്ട്, ലൈവ് അവർക്ക് തന്നെ നൽകാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ പറയാനൊക്കെ ഉള്ള കഴിവുണ്ട്. മാത്രമല്ല മന്ത്രിമാർ ഒരു ബസ് എടുത്ത് കേരളം മുഴുവൻ യാത്ര ചെയ്തതാണ്, പലരുമായി സംവദിച്ചതാണ്. ഇനി ഇത്രയുമായിട്ടും ഒരു 2 ചാനലുകൾ വിചാരിച്ചപ്പോൾ ഒരിക്കലും അത് എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണ്. അപ്പൊ ഇത് ഒരാൾ പറയുമ്പോൾ അത് നിങ്ങൾ സമൂഹത്തിന്റെ കൂടി ഒരു ചെറിയ റിഫ്ലക്ഷൻ അതിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിടത്താണ് നിങ്ങൾക്ക് പാളിപ്പോയത്. ഞാൻ പറഞ്ഞോട്ടെ, ഒരു കേരളത്തിലെ ഒരു മുന്തിയ ചാനലിന്റെ അവതാരകൻ അന്ന് വാർത്ത തുടങ്ങിയത് ഇങ്ങനെയാണെന്ന് പറയായിരുന്നു. അല്ല, അതിപ്പോ എല്ലാവരും നമ്മളെ പൂർണ്ണമൊന്നുമില്ലല്ലോ, ചിലർ നമ്മളെ വിമർശിക്കും. അല്ലെ, അങ്ങനെയുള്ള വിമർശനം അല്ലല്ലോ മനോ. ഒരു എനിക്ക് രാഷ്ട്രീയമുണ്ട്, മറ്റൊരാൾക്കൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ വന്നിരുന്നോണ്ട് ചർച്ചയിൽ പങ്കെടുത്ത് പറയുമ്പോൾ അത് മനസ്സിലാക്കാം, രാഷ്ട്രീയ പാർട്ടി. പക്ഷെ അവതാരകനും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിമർശിക്കുമ്പോൾ, അതിനെ ഒരു ഭാഗത്തേക്ക് മാത്രം വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഈ 40 വണ്ടികളോടുകൂടിയാണ് പിണറായി വിജയൻ കേരളത്തിൽ സഞ്ചരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് അങ്ങോട്ട് അടിച്ചുവിടുക. അതൊക്കെ അല്ല ഞാൻ പറയുന്നത്. അതാണ് ഒരു ചാനലിലിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, എത്ര പ്രശസ്തമായ ചാനലായിക്കോട്ടെ, ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയേക്കാൾ ബലവാനാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയേക്കാൾ ജനം ശ്രദ്ധിക്കുന്ന ഒരാളാണ്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയേക്കാൾ ജനം വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2ാം പിണറായി സർക്കാർ എങ്ങനെ അധികാരത്തിൽ വന്നു? അന്നും ഈ ചാനലുകളൊക്കെ പലതരത്തിലുള്ള വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ പെട്ടെന്ന് അന്നൊക്കെ അനുകൂലിച്ച ചാനലുകൾ, അന്നൊക്കെ അങ്ങ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകനും ഈ ചാനലും ഒക്കെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ എതിർത്തവർ, അന്നൊക്കെ അനുകൂലിച്ചവർ ഇന്ന് എതിർക്കുമ്പോൾ എന്തുകൊണ്ട് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണ്ടേ? അവിടെയാണ് നിങ്ങൾക്ക് വിളിച്ചോക്കുന്നത്. ഞാൻ പറയുന്നത് അന്ന് ഈ തെമ്മാടി ഭരണം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞാൻ കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ വാക്കിനെ പറ്റി അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു വാക്ക് കേട്ടു. അല്ല, ഞാൻ പറഞ്ഞുതരാം. തെമ്മാടി ഭരണം അവസാനിച്ചു എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ അന്ന് പറഞ്ഞായിരുന്നോ ഈ തെമ്മാടി പ്രതിപക്ഷത്തിനെ ഒതുക്കിയെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ആർഗ്യുമെന്റ് ഇതേ ഉള്ളൂ. ആളുകൾ പറയുന്നത് കേട്ടാണോ അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നത് കേട്ടാണോ ജനം തീരുമാനം എടുക്കുന്നത്? കറങ്ങേണ്ടി വന്നു.
ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അങ്ങ് പറയുന്നത് ശരിയല്ലെന്നാ ഞാൻ പറയുന്നത്. പിന്നെ അങ്ങ് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ. ഇന്ന് ഞാൻ പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു ടെലിവിഷൻ ചാനലോ വിചാരിച്ചാൽ ഇത് നടക്കില്ല. ഇത് പറഞ്ഞില്ല എന്ന് പറയുന്നത് മനു കണ്ടില്ല. പറഞ്ഞില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പറഞ്ഞാൽ പോലും പറഞ്ഞ കാര്യം പറയണ്ട. അല്ല, പറഞ്ഞാൽ പോലും ഒരു മുഖ്യമന്ത്രി പറയുന്നതിനേക്കാൾ അറ്റൻഷൻ ഒരു മാധ്യമ പ്രവർത്തനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അതല്ലേ നിങ്ങൾ അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്? ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കാൻ കാതോർത്ത് നിന്ന നാടല്ലേ കേരളം എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ? ആ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാൻ പിന്നെ ജനങ്ങൾ കാതോർത്ത് നിൽക്കാതെ ഒരു വാർത്താ മാധ്യമ പ്രവർത്തകന്റെ ഈ ഇത്തരം വാക്കുകളിലേക്ക് എങ്ങനെയാ ജനം വീണുപോയി എന്നതിന് കൂടി നിങ്ങൾ മറുപടി പറയണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പിന്നെയും പഴയ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനു തന്നെയല്ലേ പറയുന്നത്? എനിക്ക് പറയാൻ അവസരം തരുന്നില്ല. അല്ല, നിങ്ങൾ ഈ പഴയ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. ഇനി അതിന്റെ അപ്പുറത്തെ കാര്യമല്ലേ നിങ്ങൾ പറയേണ്ടത്? അതെന്താ അത് ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് ഇത് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞാൽ അത് മറുപടി അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെന്ന് അല്ലെങ്കിൽ അങ്ങ് സമർത്ഥിക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ പ്രാധാന്യമുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു ടെലിവിഷൻ ചാനലിലാണെന്ന് അങ്ങ് സമ്മതിക്കൂ എന്നോട്? അല്ലെങ്കിൽ അവിടുത്തെ ഒരു അവതാരകനാണെന്ന് അങ്ങ് സമ്മതിക്കുമോ? 5 6 മലയാളത്തിലുള്ള എല്ലാ ചാനലുകളും മലയാളത്തിലുള്ള എല്ലാ ചാനലുകളും ബഹുഭൂരിപക്ഷം ചാനലുകളും ഇത്തരത്തിലൊരു സമീപനം എടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ഇലക്ഷന്റെ മൂർധന്യതയിൽ എന്ന് പറയാൻ പറ്റും. ലിമിറ്റേഷൻസ് ഉണ്ട് അതിനകത്ത്. അല്ല, അതല്ലേ അതിനുള്ള മറുപടിയാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ചാനലുകൾ ഉണ്ടായിരുന്നല്ലോ, ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അത് രണ്ടാം പിണറായി സർക്കാർ വന്നില്ലേ? അന്ന് അവർ പറയാത്തത് പിന്നീട് അവർ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നിങ്ങളല്ലേ മറുപടി പറയേണ്ടത്? അപ്പൊ തെമ്മാടി ഭരണം പറഞ്ഞു എന്ന് പറയുന്നത് തെമ്മാടി ഭരണം എന്നല്ലേ ഞാൻ പറയുന്നത്. ഒരു തെമ്മാടി ഭരണം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു സർക്കാർ താഴെ വീഴുവോ? അത് മൊത്തമായി വിമർശിച്ചതാണ് സമയത്താ പറഞ്ഞത്. ഇലക്ഷന്റെ പിന്നെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ദിവസമാണ് പറഞ്ഞത്. ഞാൻ ആ വാക്ക് എനിക്കതിൽ അറിയില്ല. ഞാൻ കാണാത്തൊരു കാര്യമാണ് അങ്ങ് പറയുന്നത്. അത് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ അങ്ങ് ഈ പോയിന്റിലേക്ക് വരുന്നേ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഉടനെ ഈ സർക്കാർ താഴെ വീഴുന്നാണോ താങ്കൾ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല. അല്ല, വീണ്ടും താങ്കൾ അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഞാൻ അങ്ങനെ പോയിന്റിലേക്ക് വരും. പിന്നെ അങ്ങ് പറയുന്നത് ഒരു ടെലിവിഷൻ ചാനൽ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ സർക്കാർ അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൊണ്ടുവരരുത്. അപ്പൊ അത്തരത്തിലായി ഞാൻ പറയുന്നത് അങ്ങ് ഇവിടെ ഞാൻ പറയുന്നതിലേക്ക് വരണം. കാരണം അങ്ങ് മനസ്സിലാക്കേണ്ടത് ഒരു ടെലിവിഷൻ അവതാരകൻ ഇരുന്ന് പറയുമ്പോൾ ജനം അതിന് കൈയടിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായി എന്നങ്ങ് മനസ്സിലാക്കണം. ആ ഒരു പൊതുബോധത്തിലേക്ക് എങ്ങനെ കേരള ജനത മാറി? വലിയ ഭൂരിപക്ഷത്തോടെ ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റി പിന്നെ അവിടെ നിന്ന് ആ സർക്കാർ താഴോട്ട് വീഴാനുണ്ടായ കാരണമെന്ത്? തെറ്റ് തിരുത്തുമെന്ന് നിങ്ങൾ തന്നെ ഇന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ട്? പഠിക്കുമെന്ന് നിങ്ങൾ തന്നെ പറയുന്നത് എന്തുകൊണ്ട്? നേതാക്കളെ അണികൾ തിരുത്തണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ തന്നെ ആളുകൾ ഇറങ്ങി എതിർച്ചേരിയിൽ പോയി നിന്ന് അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ പറയണ്ടേ? അതിനൊക്കെ ഉത്തരം ഒരു ടെലിവിഷൻ അവതാരകനാണോ? എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ആ ഉദാഹരണം തെറ്റാണെന്നാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റാണെന്ന് താങ്കൾ സമ്മർദ്ദിച്ചോ? പക്ഷെ ഞാൻ തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല. അവരുടെ മനസ്സിലേക്ക് എനിക്ക് അങ്ങയോട് വി കുഞ്ഞിക്കുട്ടൻ പറഞ്ഞ കാര്യമേ പറയാനുള്ളൂ. അങ്ങ് തിരുത്തണം, അത്രേ ഉള്ളൂ. അല്ല അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ കാര്യങ്ങൾ പറയാനുണ്ട്. ശരി. അപ്പോ ഞാൻ പറഞ്ഞ അതാണ് ഈ പിന്നെ അദ്ദേഹത്തിന്റെ, അതായത് പിണറായി വിജയന്റെ പിന്നെ കഴിവുകേടാണ് മാനത്ത് മഴക്കാറ് കാണുമ്പോഴത്തേക്ക് വെള്ളം കയറുന്ന ചെല്ലാരംകാരെ ചിരിപ്പിക്കാൻ, ആത്മാർത്ഥമായിട്ട് ചിരിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്. അദ്ദേഹത്തിന്റെ കുത്തിത്തിരിപ്പാണ്. പിന്നെ മനുവിന് തോന്നുന്നുണ്ടോ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ പിന്നെ വയനാട് ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് മനുവിന് തോന്നുന്നുണ്ടോ? മനു ഇപ്പം മറുപടി പറയണ്ട, മനു സ്വയം ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെ പെരുമ്പളം, പാലവായൽ, അമ്പൂരിയിലെ നിവാസികളെ പാലം കൊടുത്ത് സംരക്ഷിച്ചാൽ അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. അപ്പൊ ഒരു തെമ്മാടി ഭരണമായിരുന്നോ ഇത്? അപ്പൊ അത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ അതൊക്കെ ആലോചിക്കരുത് മാധ്യമപ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിൽ. അത് പറയുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ? അപ്പൊ ഞങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ചില പോരായ്മകളുണ്ടായി. കണ്ണൂരിലെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു, കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോരായ്മകളുണ്ടായി. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പലയിടത്തും പിന്നെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞെടുത്ത് അത് പൊലിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടെ കാണാതെ പോകാൻ പറ്റത്തില്ല. ഈ ഗവൺമെന്റ് സാധാരണക്കാരെ എല്ലാരെയും ഇത് പിന്നെ വെള്ളാപ്പള്ളി നടേശനെ പിന്നെ കാറിൽ കൊണ്ടുപോയതും ഇന്ന് എന്റെ പിന്നെ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പിന്നെ പൊന്നാട അണിയിച്ചായിരുന്നല്ലോ, എന്തേ ആരും ഒന്നും മിണ്ടാത്തത്? പിന്തുണ ഓടിച്ച മുസ്ലിം ലീഗ് ഒരു മിണ്ടുന്നില്ലല്ലോ. അതെന്താണെന്നും പറയാത്തെ? വെള്ളാപ്പള്ളി നടേശൻ പണ്ട് വർഗീയപരമായിട്ടുള്ള ഈ സർക്കാർ ഇരുന്നപ്പോൾ പ്രസ്താവനകൾ നടത്തിയപ്പോഴത്തേക്ക് പിന്നെ നല്ല രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാൻ പെട്ടെന്ന് തയ്യാറായിട്ടില്ല. അതിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി. അത് സംഭവം ശരിയാ.
അത് മുതലെടുത്തുകൊണ്ട് ചില മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു കമ്മ്യൂണൽ പോളറൈസേഷനും ഉണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇപ്പൊ എന്തേ മുസ്ലിം ലീഗ് ഉണ്ടാത്തത്? അതെന്താ പറയാത്തത്? ശരി, വ്യക്തമാണ്. ഏതായാലും അങ്ങ് കുറേ നാളുകൾക്ക് ശേഷം വിളിച്ചു. അങ്ങ് വിളിക്കുമ്പോൾ തന്നെ പൊതുവേദിക്ക് ഒരു പുതിയ ഊർജ്ജം കിട്ടുകയാണ്. അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും അങ്ങ് കുറേയൊക്കെ കാര്യങ്ങളിൽ തിരുത്തൽ വേണം എന്ന് പറഞ്ഞല്ലോ, സന്തോഷം. അപ്പോൾ വളരെ നന്ദി അവിടുന്ന് വിളിച്ചതിന് അഭിപ്രായം. തുടർന്ന് നമുക്ക് സംവദിക്കാം. എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി കൊല്ലത്തുണ്ട്, നിസാമുദ്ദീൻ ടെലിഫോൺ ലൈനിൽ എന്തോ പറ്റി. സോമൻ എന്നോടൊപ്പം ചേരുന്നു എറണാകുളത്തുനിന്ന്. ശ്രീ സോമൻ. എറണാകുളത്തുനിന്ന് ഞാൻ പറയാനിരുന്ന സംഗതികള് കുറച്ച് ഇവിടെ ഇത് വരുന്നത്. ഐ ക്യാൻ സപ്ലിമെന്റ് സർട്ടൻ തിങ്സ് വിച്ച് യു ഹാവ് ബീൻ ഹാവിംഗ്. നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ച ആളുടെ പേരെനിക്കറിയില്ല. അതെ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഷാജിയാണ്, കൊല്ലംകാരനാണ്. അദ്ദേഹം ഒരു CPM കാരനാണ്. തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം. ഒരുപാട് റീസൺസ് ഉണ്ട്. ഷാജിയുടെ കൂടെ ഞാൻ ചേരുന്നത് ഒരു കാര്യത്തിലുണ്ട്. ഒരു മോശം ഗവൺമെന്റ് ആയിരുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. പല 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 കാര്യങ്ങളാൽ ഇതൊരു വല്ലാതെ ഒരു മനുഷ്യനും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു വികസനവും കാര്യങ്ങളും ഉള്ളതും എല്ലാം ഉള്ളതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാലും അറിയാം നമുക്കത്. പക്ഷേ അതിനകത്ത് വലിയൊരു കാര്യം വന്നതെന്ന് വെച്ചാൽ ഒരു ധൃതരാഷ്ട്ര ആലിംഗനം. ഞാൻ ഈ ധൃതരാഷ്ട്ര ആലിംഗനം ഒന്ന് കമ്പയർ ചെയ്യുന്ന മറ്റൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് മിസ്റ്റർ മനുവിന് മനസ്സിലായി കാണും. ചേർത്തലയിൽ നിന്നുള്ള ഒരു ആള് ഒരു വളരെ കരുതിക്കൂട്ടി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ BJPയും കാര്യങ്ങളിലും ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കൺസേർട്ടിനകത്ത് നടന്നിട്ടുണ്ട്. ശരി, അങ്ങ് ഒരു മിനിറ്റ് ഒന്ന് ലൈനിൽ തുടരാൻ. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു പ്രധാന വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തന്നെ മടങ്ങി വരാം. മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. കൃഷി വകുപ്പ് T സിദ്ദിഖിന് നൽകിയിരിക്കുന്നു. അപ്പോൾ റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും രണ്ടായി തരംതിരിക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാരും ആ നിലപാടുകൾ തന്നെ തുടരുന്നു എന്നത് വ്യക്തമാകുന്നു. കൃഷി വകുപ്പ് T സിദ്ദിഖിന് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ VV അരുൺ എന്നോടൊപ്പം ചേരുന്നു. അരുൺ, വകുപ്പുകളിൽ തീരുമാനമായി. വകുപ്പുകളുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃഷി വകുപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. T സിദ്ദിഖ് കൃഷി വകുപ്പ് നേരത്തെ ഘടകകക്ഷികൾക്ക് നൽകാൻ ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുകയാണ്. വലിയ പ്രശ്നങ്ങൾ കൃഷി വകുപ്പ് ബന്ധപ്പെട്ടുണ്ട്. പല കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു. കൃഷി കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അത് കർഷകരുടെ പ്രശ്നത്തെ വലിയ തോതിൽ ബാധിക്കപ്പെടുന്നുവെന്ന് അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ വാർത്ത, അല്ലേ അരുൺ? തീർച്ചയായിട്ടും കൃഷി വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കേരള കോൺഗ്രസ് അടക്കം താല്പര്യമുള്ള വകുപ്പായിരുന്നു. പക്ഷേ ആ വകുപ്പ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിന് തന്നെ, പുതിയ മന്ത്രിയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാവിന് തന്നെ കൃഷി വകുപ്പ് നൽകുകയാണ് കോൺഗ്രസ്. അതിലൂടെ കർഷക സമൂഹത്തിന്റെ, മലയോര മേഖല ജനങ്ങളുടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റാവുന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. പ്രത്യേകിച്ചും T സിദ്ദിഖ് മലയോര മേഖലയിൽ നിന്നുള്ള ഒരു MLA കൂടിയാണ്. ഏതായാലും കൃഷി വകുപ്പ് T സിദ്ദിഖിന് നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ഉന്നത വിദ്യാഭ്യാസമാണ്. റോജി എം ജോൺ ആകും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി. JNU അടക്കം വിദ്യാഭ്യാസം പഠിച്ച റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി വരികയാണ്. അതിനൊപ്പം മറ്റൊരു വകുപ്പ് കൂടി അദ്ദേഹത്തിനുണ്ട്. അതിന്റെ അന്തിമ തീരുമാനം അറിയേണ്ടിയിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് സഹകരണം. നേരത്തെ CMDക്ക് നൽകിയിരുന്ന, ഘടകകക്ഷികൾക്ക് നൽകിയിരുന്ന വകുപ്പാണ് സഹകരണവും കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ നേരത്തെ വ്യക്തമായിരുന്നു. ആ സഹകരണ വകുപ്പ് നേരത്തെ ലിജുവിന് എക്സൈസ് വകുപ്പ് നൽകാനായിരുന്നു ആലോചന. പക്ഷേ അന്തിമ സീറ്റ് വകുപ്പ് വിഭജനത്തിൽ സഹകരണ വകുപ്പ് നൽകുന്നത് PC വിഷ്ണുനാഥിനാണ്. അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പിനൊപ്പം സഹകരണം കൂടി നൽകാനാണ് തീരുമാനം. ഗതാഗതം CP ജോൺ നേരത്തെ ആ വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതുപോലെ വനം വകുപ്പ് ഷിബു ബേബി ജോൺ എന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 വകുപ്പുകളാണ് ഇന്ന് പുതുതായി, ഇന്നലെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായി അന്തിമ വകുപ്പ് വിഭജനത്തിൽ വ്യക്തമാകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഗവർണർക്ക് വകുപ്പുകളുടെ, മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. അതിനുശേഷം ലോക്ഭവൻ അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറക്കും. അതോടുകൂടി വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകും, ധാരണയാകും. മനു. യെസ്, അപ്പോൾ അതാണ് VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനം ആയിരിക്കുന്നു. സിദ്ദിഖിനാണ് കൃഷി. കോൺഗ്രസുമായി ബന്ധപ്പെട്ട കർഷകരുടെ വലിയൊരു ആവശ്യമായിരുന്നു ഈ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന്. കാരണം പലപ്പോഴും ഇത് ഘടകകക്ഷികൾ കൊടുക്കുമ്പോൾ ആവശ്യമായ ഒരു ശ്രദ്ധ ഇതിൽ നൽകാൻ കഴിയുന്നില്ല എന്ന ഒരു ആവശ്യം കോൺഗ്രസിലെ വലിയ വിഭാഗം കർഷകർ ഉന്നയിച്ചതാണ്. അത് ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. T സിദ്ദിഖാണ് കൃഷിമന്ത്രി.
ഉന്നത വിദ്യാഭ്യാസ ഇത് റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥിന് സഹകരണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒപ്പം വനം നമുക്കറിയാം ഷിബു ബേബി ജോൺ നേരത്തെ തന്നെ വ്യക്തമായ, ഗതാഗതം CP ജോണിന് ആണ് എന്നതൊക്കെ നേരത്തെ വ്യക്തമായതാണ്. അപ്പോൾ പുതിയ വകുപ്പുകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. VV അരുൺ ആണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോടൊപ്പം ചില പ്രേക്ഷകർ കൂടി പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ജാമായി പോയതുകൊണ്ട് കമൻറ്റുകൾ വായിക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കിയിൽ നെടുങ്കണ്ടം, രാമക്കൽമേട് എന്നിവിടങ്ങളിലേക്കൊക്കെ KSRTC ഉണ്ടല്ലോ എന്ന് എന്നോട് ജയകുമാർ പറയുന്നു. അതോടൊപ്പം VC തോമസ് എന്നോട് പറയുന്നു വയോജനങ്ങൾ കൂടി സൗജന്യ യാത്ര അനുവദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നു. VDS ഷുഡ് സീക്ക് ഫർദർ advice from Alexander Jacob IAS. He have better plans like free food from jail which he has implemented in freedom food from jail which he has implemented എന്ന് പറയുന്നു. ഓക്കെ, അലക്സാണ്ടർ ഫ്രീഡം ഫുഡ് നമുക്കറിയാം, ജയിലിൽ നിന്നുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പോൾ സുനിൽകുമാർ ഉണ്ട്, SKC നമ്മുടെ സൗമ്യ ബാംഗ്ലൂരിൽ നിന്നുള്ള നമ്മുടെ പ്രേക്ഷകയാണ്. ഇൻ ബാംഗ്ലൂർ ലേഡീസ് വിൽ ബി ഗിവൺ ഫ്രീ ബൈ ഷോയിങ് ആധാർ ബോത്ത് ഇൻ ഗവൺമെൻറ് സിറ്റി ബസ്സസ് ആൻഡ് KSRTC ബസ്സസ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ബാംഗ്ലൂരിലെ സാഹചര്യം എങ്ങനെയാണെന്ന്. അപ്പോൾ ബാംഗ്ലൂരിൽ അവിടെ ലേഡീസിനൊക്കെ ഫ്രീ ആയി കിട്ടുന്നത് നടപ്പിലാകുന്നുണ്ട് എന്നാണ് നമ്മുടെ ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള പ്രേക്ഷകയാണ്. അതേപോലെ പെൻഷൻ 3000 ആക്കിയോ എന്നോട് പ്രമോദ് നാണ് ചോദിക്കുന്നു. ആക്കുമെന്നാണ് പറയുന്നത്. കട്ടപ്പണയ്ക്കും കുമളിക്കും KSRTC ബസ്സുണ്ടല്ലോ എന്ന് പറയുന്നു ജയകുമാർ. ബട്ട് ആധാർ കാർഡ് ഷുഡ് ഹാവ് കർണാടക അഡ്രസ്, അതർവൈസ് ഷുഡ് ടു ടേക്ക്. അപ്പോൾ കർണാടകക്കാരായ ആളുകൾക്ക് മാത്രമേ അവിടെ സൗജന്യ ബസ് യാത്രയുള്ളൂ എന്നാണ് ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നത്. അപ്പോൾ കർണാടകയ്ക്ക് ഉള്ള ആധാർ ബസ് കാർഡുകൾ ഉള്ളവർക്കാണ് അവിടെ സൗജന്യം എന്ന് പറയുന്നു. ദിലീപ് കുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് കുമാർ പറയുന്നത് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടിയാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകില്ല, പ്രൈവറ്റിൽ പോകും, പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ നോക്കുകുത്തിയാകും എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ആകില്ല. കാരണം എത്ര ആശുപത്രികൾ വന്നാലും നമ്മുടെ ഇന്ന് കേരളം ഭയങ്കര ആരോഗ്യപരമായി ബോധമുള്ളൊരു വിഭാഗമാണ്. അപ്പോൾ അവരത് നോക്കുന്നുണ്ട്. അതുപോലെ ഇൻ തമിഴ്നാട് നോ ഐഡൻറ്റിറ്റി കാർഡ് ഇസ് റിക്വയർഡ്, ഫ്രീ ഫോർ ഓൾ ഇൻ പ്രീവിയസ് ഗവൺമെൻറ് എന്ന് പറയുന്നു. അപ്പോൾ മുൻകാല ഗവൺമെൻറ്റുകൾ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ എന്നാണ് സുനിലിൻ്റെ അഭിപ്രായം. ഇതുപോലെ വരുമാന സ്രോതസ് മുന്നിലില്ലാതെ എത്ര നാൾ സൗജന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. ശ്രീമതി സുനിമോൾ ആർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ദിലീപ് കുമാർ പറയുന്നു ഇത്രയും വലിയ തോൽവിയുടെ കാര്യം കുഞ്ഞാലിക്കുടിയുടെ ഭൂരിപക്ഷം നോക്കിയാൽ മതി എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു 100 രൂപ ചോദിച്ചിട്ട് കൊടുക്കാത്തവരാണ് 3000 കൊടുത്തതിനെപ്പറ്റി കുറ്റം പറയുന്നത്. ഇയാൾ എന്താണ് ഈ പറയുന്നത്? എല്ലാ മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചവരാണ് ഇപ്പോൾ കുറ്റം പറയുന്നത്. നടന്നാണോ പിണറായി സഞ്ചരിച്ചത് എന്ന് ചോദിക്കുന്നു. ശശിധരൻ പിള്ള എന്നോട് പറയുന്നു. അപ്പോൾ സുനിമോളുടെ ബർത്ത്ഡേ ആണെന്നൊക്കെയുള്ള ബർത്ത്ഡേ ആഘോഷിച്ചു. സോറി സുനിമോൾ, എനിക്ക് ബർത്ത്ഡേ വിഷസ് അന്ന് ഞാൻ നേരത്തെ നൽകിയിരുന്നു, പക്ഷേ അന്ന് പറയാൻ കഴിഞ്ഞില്ല. ഏതായാലും ബർത്ത്ഡേ ആഘോഷങ്ങൾക്കൊക്കെ സന്തോഷം. കേക്കൊക്കെ മുറിച്ച് കഴിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും മുട്ടായി ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും അയച്ചു തരാവുന്നതാണ്. ദിലീപ് കുമാർ പറയുന്നു വിനു വീശോൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഒരുവിധം ആഘോഷിച്ചു ചേട്ടാ എന്നൊക്കെ സുനിമോൾ പറയുന്നുണ്ട്. അപ്പോൾ സുനിമോൾ നമുക്കാർക്കും മുട്ടായി ഒന്നും തരാതെ സ്വന്തമായി അവിടെ പിറന്നാൾ വിപുലമായി ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീമതി സുനിൽമോൾ അത് ചെയ്ത് ശരിയായില്ല, ഞങ്ങൾക്കും കൂടി മുട്ടായികൾ ഒക്കെ അയച്ചു തരേണ്ടതാണ്. 3 ദിവസത്തെ ദീർഘയാത്ര കഴിഞ്ഞ് ദൈവകൃപയാൽ ക്ഷീണം കാര്യമായി ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നു. ഓക്കെ, നമ്മുടെ പ്രധാനമാണ് ജനങ്ങൾക്ക് ഗുണം കിട്ടിയാലും പദ്ധതികൾ ശരിയായി പദ്ധതികൾ ശരിയായി നടപ്പിലാകുകയും ചെയ്താൽ സർക്കാർ പ്രഖ്യാപനങ്ങൾ പ്രായോഗികമാകും എന്ന് പറയുന്നു. അപ്പോൾ ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്ന് എന്നോട് പറയുന്നത് ഷാജി കൊല്ലം ഷുഡ് സ്പീക്ക് ടു ദ കൺസേൺ ചാനൽ ഹു യൂസ് ദാറ്റ് വേർഡ്, നോട്ട് News 18 കേരളം എന്ന് പറയുന്നു. ഓക്കെ, ശരി. അപ്പോൾ ശ്രീ മുരളി എന്നോടൊപ്പം ചേർന്നിട്ടുള്ള നേതാക്കളും അടിവുകളും കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ശശിധരൻ പിള്ളൈ പറയുന്നു മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ മോനെ എന്ന് വിളിച്ച് അത്രയും മോശമാണോ എന്ന് ചോദിക്കും അനുവേ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഇവിടുത്തെ ധൂർത്തും തെമ്മാടി ഭരണവുമാണ് നടത്തിയതെന്നാണ് ജയകുമാറിൻ്റെ അധിക്ഷേപം. ഓക്കെ, ഇപ്പോൾ തെമ്മാടി ഭരണമെന്നൊക്കെ മുരളിയൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ പറയേണ്ട, നമുക്ക് കുറച്ചും കൂടി ഒരു ഡെമോക്രാറ്റിക് വേർഡ് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത
പൊട്ടിപ്പൊളിഞ്ഞ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നു. തലതല്ലി പൊളിച്ചിട്ട് രക്ഷാപ്രവർത്തനമെന്ന് പറയുന്ന നിങ്ങളെ ജനം വെറുത്തുപോയി ഷാജി ബ്രോ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഷാജി കൊല്ലം പറഞ്ഞ 100% ശരിയാണെന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. ഷാജിക്കും കൃഷ്ണൻകുട്ടിക്കും എന്താണ് വേണ്ടതെന്ന് ഇപ്പോൾ തന്നെ സജീഷൻ രാജിവെക്കണോ എന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത്. നമ്മുടെ ശശിധരൻ വയലാറാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പ്രയോജനമുള്ള പ്രഖ്യാപനങ്ങളാണ്, പക്ഷേ അത് പ്രാബല്യത്തിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് സുനിമോൾ പറയുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പ്രേക്ഷകരെ അങ്ങനെയുണ്ട്. അപ്പോൾ ശ്രീ സോമൻ, ശ്രീ സോമൻ, സോറി, ഞാൻ അങ്ങ് കട്ടായി എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങ് തുടരുന്നു എന്നറിഞ്ഞാൽ സന്തോഷം. അപ്പോൾ ബാക്കി കേൾക്കാം. ഓക്കെ, യെസ് ഷുവർ. അപ്പൊ ഇത് ക്ഷേമവും വികസനവും ഒരുമിച്ച് പോകുമെന്നും ബാക്കിയുള്ള ഇത് പ്രായോഗികമാകുമെന്നുള്ള ഇന്നത്തെ ടാഗ് ലൈൻ. ശരിക്ക് ഇത് രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇവരെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും നടക്കാത്തതായ ഒന്നുമില്ല. കാരണം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റെടുത്ത കഴിഞ്ഞ 10 കൊല്ലം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഈ പറഞ്ഞ കിഫ്ബി ഒക്കെ ഡെവലപ്പ് ചെയ്ത് അത് വളരെയധികം ക്രിറ്റിസിസം ഒക്കെ ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഗവൺമെന്റിന് കണ്ടെത്താൻ പറ്റും. ഇതെല്ലാം നടക്കുന്ന കാര്യമാണ് ഇച്ഛാശക്തിയോടുകൂടി ഈ പുതിയ ഗവൺമെന്റ് വന്നാൽ. അല്ലാതെ അതിന് സാമ്പത്തികമൊക്കെ ഉണ്ടാകാൻ ഉള്ള ആ സോഴ്സും ആ ബുദ്ധിയും അതിനുള്ള പ്രായോഗികത്വവും അവർ പ്രയോഗിച്ചാൽ മതി. അതിന് കുറച്ച് സമയം കൊടുക്കണം. ഇന്ന് പ്രഖ്യാപിച്ച് ഇന്ന് വൈകുന്നേരം ഇതെല്ലാം കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സമ്പത്ത് എല്ലാം കൂടെ എടുത്തുകൊണ്ട് വെക്കാൻ പറ്റുമോ? ഗ്രാജുവലായിട്ട് അതിന് കുറച്ച് സമയം കൊടുക്കണം. അതിലുള്ള ആത്മാർത്ഥത നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഞാൻ ഈ തോൽവിയുടെ കാര്യങ്ങളും ഒക്കെ കൊല്ലത്തെ ആ പറഞ്ഞ പേര് ഷാജി പറഞ്ഞൊക്കെ വെച്ചിട്ട് ഞാൻ പറയായിരുന്നു. എനിക്ക് വളരെ നല്ല ഒരു അവലോകനം, ഒരു വിശകലനം ചെയ്തതാണെങ്കിൽ ഇത് വളരെ ആസൂത്രിതമായിട്ട് ഒരു കൺസേർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വികസനം മാത്രം ഇടതുപക്ഷം പ്രൊജക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിന്റെ അടിയൊഴുക്കുകൾ ഒന്നും അവർക്ക് കാണാനോ ഈ അവർക്കെതിരെ വരുന്ന ക്രിറ്റിസിസങ്ങള് വളരെ ഫലപ്രദമായിട്ട് അതിനെ നേരിടാനോ അവരുടെ സൈബർ സിസ്റ്റത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല. അതായത് മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ക്രിറ്റിസിസങ്ങളും കള്ളങ്ങളും നുണകൾ എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. അതായത് ഏതാണ് വസ്തുത അല്ലാത്തത് അത് മുഴുവൻ പ്രൊജക്ട് ചെയ്ത് അത് മുഴുവൻ മനുഷ്യനെ കൊണ്ട് ശരിക്കും മനസ്സിലാക്കിച്ച് വിശ്വസിപ്പിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ BJP ഇവര് പല നിയോജകമണ്ഡലങ്ങളിൽ ഒരു കൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് ആ വോട്ട് പെർസെന്റേജ് കോൺഗ്രസിന്റെ കുറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതൊന്നുമല്ല. അതിനകത്ത് മെയിൻ ഞാൻ പറയുന്നത് ഇതാണ്. വെള്ളാപ്പള്ളി വന്ന് മലപ്പുറത്ത് വന്ന് ശരിക്കും ഇത്രയും വൃത്തികെട്ട അങ്ങനെ പറയുന്നത് വൃത്തികെട്ട രീതിയിലാണ് മുസ്ലിങ്ങളെ മാത്രം ആക്ഷേപിച്ച് കംപ്ലീറ്റ് ഇവിടെ ഹിന്ദുക്കൾക്ക് കയറാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഉടനെ വന്നത് വെള്ളാപ്പള്ളിക്ക് ഒരു സ്വീകരണം വന്നപ്പോൾ അതിനകത്ത് വളരെ നല്ല ഒരു പാട്ട് മുഖ്യമന്ത്രി വഹിച്ചു, പിണറായി വിജയൻ വഹിച്ചു. അതിനുശേഷം ഇവര് കംപ്ലീറ്റ് കാറിൽ കയറി വരുന്നത് ഇതൊരു വലിയൊരു സംഭവമായിട്ട് പ്രൊജക്ട് ചെയ്യാനും അപ്പൊ ഇങ്ങനെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് ഒന്ന് ചുരുക്കണം. ഓക്കെ, എനിക്ക് ടെലിഫോൺ ലൈനിൽ എന്താ പ്രശ്നം പറ്റി. ഓക്കെ, അപ്പം ശശിധരൻ പിള്ള എന്നോട് പറയുകയാണ് മനു പൊതുവേദിയിൽ വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു, പക്ഷേ അതിപ്പോൾ പുതിയ വകുപ്പുകൾ പ്രഖ്യാപിച്ചാൽ അതിൽ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അയ്യോ, അത് വളരെ സങ്കടമായിപ്പോയി. ഓക്കെ, നെല്ലിന് കേന്ദ്രം താങ്ങുവില കഴിഞ്ഞ ദിവസം കൂട്ടിയിട്ടുണ്ട്. ഇവിടെ അത് കുറയ്ക്കാതെ കർഷകർക്ക് കൊടുക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അവിടെ കൂട്ടിയാൽ അതിവിടെ കുറയ്ക്കുകയാണ് സ്ഥിരം രീതി എന്ന് പറയുന്നു. അപ്പോൾ ശ്രീമതി ശാന്തികുമാരി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണല്ലോ. അവർ പറയുന്നു സതീശൻ സർക്കാരിൻ്റെ തുടക്കം അതിഗംഭീരമായിരിക്കുന്നു. സന്തോഷം. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും എന്നല്ലേ ചൊല്ല് എന്നാണ്. തുടക്കം നന്നായാൽ പാതി നന്നായി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൊരു ചൊല്ല്. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്നാണ്. നല്ലൊരു തുടക്കം പകുതി വിജയമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രീമതി ശാന്തകുമാരി പറയുന്നത് ഈ തുടക്കം നന്നാവുന്നതുകൊണ്ട് ഒടുക്കവും നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. സുരേഷ് ബാബു എന്നോട് പറയുന്നു 1 മാസം കഴിയട്ടെ ഇതിനൊക്കെ ഒരു തീരുമാനം ആകും എന്ന് എന്നോട് പറയുന്നു. മിഥുനെ എന്നോട് അപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സദാശിവൻ നായർ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. സെക്രട്ടറിയിലെ താപ്പാനുകളുടെ ചതിക്കുഴിയിൽ വിടാതെ സതീശൻ നോക്കണം. ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ കറുത്ത കാറ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ശ്രീമതി സെബീന സുൽഫി എന്നോട് പറയുന്നത് ഓൾ ദ വെരി ബെസ്റ്റ് ടു അവർ ഗവൺമെൻറ്. അതർ ക്രിറ്റിസിസംസ് ആൻഡ് അപ്രിഷിയേഷൻസ് വിൽ ബി കൺസിഡർ ലേറ്റർ എന്നാണ്. ഏതായാലും വലിയ ആശംസകൾ നേരുകയാണ് പുതിയ സർക്കാരിന്. ആരോപണങ്ങളും കുറ്റാരോപണങ്ങളും പിന്നീട് പരിശോധിക്കാം എന്ന് പറയുന്ന ഏതായാലും അനുമോദനങ്ങൾ. കിഫ്ബി ബൂട്ടും
ഫോൺ പൂട്ടും, ലൈഫ് മിഷൻ പൂട്ടും എന്ന് പറഞ്ഞവർ അതൊക്കെ പൂട്ടുമോ എന്ന് എന്നോട് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയകുമാർ എന്നോട് ചോദിക്കുന്നത് എൻ്റെ മോനോട് അഭിനന്ദനം അറിയിക്കാൻ പറഞ്ഞിരുന്നു, അപ്പോൾ അത് അറിയിച്ചോ എന്ന് ചോദിക്കുന്നു. അവന് അറിയിച്ചു. അവന് അങ്ങയുടെ മാത്രമല്ല പൊതുവേദിയിലെ എല്ലാ പ്രേക്ഷകരുടെയും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഭിനന്ദിച്ചവർക്കും ഞാൻ അങ്ങേയറ്റത്തെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു പിന്തുണ നൽകുന്ന സന്തോഷവും അത് നൽകുന്ന ഒരു അഭിമാനവും അങ്ങേയറ്റമാണ്. രഘുനന്ദനൻ എന്നോട് പറയുന്നു, പുതിയ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, സമൂഹ പെൻഷൻ കൃത്യമായി കൊടുത്താൽ മതി എന്ന് രഘുനന്ദനൻ തിരുമല്ലവാരം പറയുന്നു. സെക്രട്ടേറിയറ്റിലെ താപ്പാനുകളുടെ കാര്യം പറഞ്ഞത് അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ വിഷയം ഇറങ്ങാതെ കുറേ താപ്പാനകൾ ഉണ്ട്. നാളെ IAS മുതൽ പ്യൂൺ വരെ എന്ന് എന്നോട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ശ്രീ സദാശിവൻ. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയുന്ന ഒരാളാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. കുന്നത്തൂരിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, നമസ്കാരം. നമസ്കാരം. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ധനവകുപ്പ് ഉള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഖജനാവ് നിറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഖജനാവ് ആരോഗ്യകരമാക്കുന്നതിന് വേണ്ടി ഒട്ടേറെ നടപടികൾ ഗവൺമെന്റ് ചെയ്യാൻ കഴിയും, പ്രത്യേകം CM. അതായത് വിവിധ വകുപ്പുകൾ വഴി കോടിക്കണക്കിന് രൂപ നികുതി ഗവൺമെന്റ് പിരിച്ചെടുക്കാനുണ്ട്. അത് റവന്യൂ റിക്കവറി ഈ തലത്തിലായാലും അല്ലാതെയും എല്ലാം ഒരുപാട് സോഴ്സസ് ഉണ്ട്. അതായത് ഈ കൗശലക്കാർ കൊടുക്കേണ്ടവർ, അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നികുതി കൊടുക്കേണ്ടവർ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി ഒരു സ്റ്റേ വാങ്ങിച്ച് ഇത് കളക്ടബിൾ ഡിമാൻഡ് അല്ലാതാക്കി ഇട്ടിരിക്കുന്ന പ്രവണതയാണ് ഭൂരിഭാഗം നികുതി കേസുകളിൽ ഉള്ളത്. അപ്പൊ അത് പക്ഷേ എൻ്റെ ഒരു പ്രധാന പേടി എന്താണെന്നറിയാമോ ശ്രീ രാധാകൃഷ്ണൻ, ഇത് ആദ്യമൊക്കെ ഇത് നികുതി പിരിക്കാനൊക്കെയുള്ള ശ്രമം നടത്തും. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആളുകൾ കോടതിയിൽ പോകും, സ്റ്റേ വരും, ആ നിയമ നടപടികൾ നീളും. സ്വാഭാവികമായും ഇതൊന്നും പറ്റാതിരിക്കുമ്പോൾ പിന്നെ അവസാനം ടൂ വീലറുകാരനെയും കാറ് പാർക്ക് ചെയ്യുന്നവനെയും എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് സിഗരറ്റ് വലിക്കുന്നതിനും തേടി പോലീസ് ഇറങ്ങി അവസാനം നാട് മുഴുവൻ പെറ്റി ഒഫൻസ് കൊണ്ട് നിറയിക്കുന്ന ഒരു രീതിയാകും. പുക വലിച്ചവനെയും വലിക്കാത്തവനെയും ഒക്കെ എങ്ങനെയെങ്കിലും പിടിച്ചതിൻ്റെ പിടിയിലേക്ക് കൊണ്ടുവരും. അതുപോലെ അവിടെ ഇവിടെ ഒളിഞ്ഞിരുന്ന് വാഹനങ്ങൾ തടയാൻ നോക്കും, ചിലരത് വെട്ടിക്കാൻ നോക്കും, അങ്ങനെ പരിക്കേൽക്കും, അങ്ങനെ മരണപ്പെട്ട സംഭവങ്ങൾ വരെയുണ്ട്. അപ്പോൾ അതൊക്കെ പകരം ഈ നികുതി കിട്ടാതാവുകയും ഒടുവിൽ ഹെൽമെറ്റ് വേട്ടയിലെയും അതുപോലെ പുകവലി വേട്ടയിലും ഒക്കെ ഇത് അവസാനിക്കുമെന്നാണ് എൻ്റെ സംശയം. അല്ലല്ല, അതിനകത്ത് ഒരു സജഷൻ ഉള്ളത്, ഈ ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ടീമിനെ ഗവൺമെന്റ് നിയോഗിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ പ്രോഗ്രസ് CM പീരിയോഡിക്കലി വാച്ച് ചെയ്താൽ മതി. ഒട്ടേറെ കാര്യമായ ഫലം ഉണ്ടാകുന്നത് യാതൊരു സംശയമില്ല. പക്ഷേ നമുക്കറിയാലോ, ഒരു നിയമ നൂലാമാലകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എളുപ്പമല്ല. ഒരു കോടതി കഴിഞ്ഞാൽ അടുത്ത കോടതിയുണ്ട്, പലതരം പ്രൊസീഡിയേഴ്സ് ഉണ്ട്. അതിൽ കോടതികളെ ലെത്തുമ്പോൾ ഇത് പലതരത്തിൽ ഇതിൻ്റെ പല വീക്ഷണങ്ങൾ നോക്കേണ്ടി വരും. സ്വാഭാവികമായി ഇത് തടസ്സപ്പെടുന്ന സാഹചര്യം പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എളുപ്പമായിരിക്കും. അതെ, അതിനൊരു അങ്ങ് പറഞ്ഞ പോലെ ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അത് കാര്യക്ഷമമായി അതിൽ ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിഞ്ഞാൽ വലിയ നേട്ടമാണ്. പല ആളുകളും ഇത് പണം സർക്കാരിലേക്ക് അടക്കേണ്ടത് നിയമവകുപ്പ് ബഹുമാന്റെ CM-ന്റെ കയ്യിലായതുകൊണ്ട് അദ്ദേഹത്തിന് അനായാസം നടക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. മാത്രമല്ല, ഈ കാര്യം ഇങ്ങനെ കെട്ടിക്കെടുക്കുന്നു എന്ന് VD സതീശൻ പല ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതെ, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചാൽ ഇതിൽ വളരെ ഉപകാരമായ ആയിരിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല സ്റ്റേറ്റിന്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ രാജൻ തിരുവല്ലയിൽ നിന്ന് ചേരുന്നു. ശ്രീ രാജൻ, ഈ സർക്കാരിന് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ കഴിയും ശ്രീ രാജൻ? അതാ സാറേ ഞാനും ആലോചിക്കുന്നത്, എങ്ങനെ ഉണ്ടാക്കും? കള്ളും പിന്നെ ലോട്ടറി അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല. വേറെ പിന്നെ പുതിയതായിട്ട് എന്തോ കണ്ടുപിടിക്കാൻ എന്തോ എടുക്കാനൊക്കെ ഫാക്ടറി വല്ലതും ഉണ്ടാക്കി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയും അതൊക്കെ പൈസ നമുക്ക് ഇൻകം വന്നു തുടങ്ങാൻ. ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ സാറ് പറഞ്ഞതിൻ്റെ തൊട്ട് ഒളിഞ്ഞിരുന്ന് പോലീസുകാർ ഒളിഞ്ഞിരുന്ന് അവരെ പിടിക്കുക അങ്ങനെ നശിച്ചു പോകാനുള്ള ഇതേ ഉള്ളൂ. ജനങ്ങളിത് മനസ്സിലാക്കുന്ന പാവപ്പെട്ടവർ ഈ ഒരു ജീവിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുന്നതിൻ്റെ കൂട്ടല്ല. എല്ലാ സ്ത്രീകൾക്കും ധനവാന്മാരായ ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ സ്ത്രീകൾക്കും ഇങ്ങനെ ആനുകൂല്യമൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നാടെങ്ങനെ രക്ഷപ്പെടുന്നത്? അല്ലെങ്കിൽ ആദായം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. തമിഴ്നാടും ആന്ധ്രയും കർണാടകയും ഒക്കെ അവർക്ക് വലിയ ഫാക്ടറികളും അതും ഇതുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒസൂറിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഫാക്ടറികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിശയം തോന്നും. നമ്മുടെ മലയാളികൾ അവിടെ പോയി
ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഈ കേരളത്തിലെ ഒരു ഫാക്ടറിയോ ഒരു ഇല്ല, കൃഷി പോലും ഇല്ല. ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ എവിടുന്ന് വരുമാനം ഉണ്ടാക്കാനാ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പുതിയ സംരംഭകരെ കൂടുതൽ സർക്കാർ കണ്ടെത്തണം, കൂടുതൽ നികുതിദായകരെ ഉണ്ടാക്കണം. അതിനുവേണ്ടി സംരംഭകർക്ക് കൂടുതൽ പറ്റുന്ന ഒരു സ്രോതസ്സായി അല്ലെങ്കിൽ ഒരു സ്ഥലമായി കേരളത്തെ മാറ്റണം, നിക്ഷേപ സൗഹൃദമാക്കണം, പുറത്തുനിന്ന് ധാരാളം ധനം നിക്ഷേപിക്കാൻ ആളുകൾ വരുന്നൊരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ കേരളത്തിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു ദൗത്യം ഈ സർക്കാരിന് മുന്നിലുണ്ട്. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നു. അനിയൻകുട്ടൻ, അതൊക്കെ ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നടക്കും എന്ന് അനിയൻകുട്ടൻ കരുതുന്നുണ്ടാവും? അതേ UDF കാരനാണല്ലോ അല്ലേ? സാറേ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞിടയ്ക്കൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. കഴിഞ്ഞ അനിയൻകുട്ടൻ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എല്ലാ ദിവസവും പൊതുവേദിയിൽ പ്രതികരിക്കുന്ന ആളാണ്. പ്രതീക്ഷിക്കുന്ന വിളിച്ചാൽ കിട്ടണ്ടായാലും എന്നെ പോലല്ലേ 100 പേരല്ലേ, ആയിരക്കണക്കിന് പേരല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ടീം BDS സർക്കാരിന് എഴുമറ്റൂർ മണ്ഡലം കമ്മിറ്റിയിൽ ഉള്ള 2ാം വാർഡ് കമ്മിറ്റിയുടെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അതിൽ അങ്ങ് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു അല്ലേ? നടന്നു. പിന്നെ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൽ വയോധിക വകുപ്പ് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ അറിയാൻ കാണുന്നില്ലേ എത്രയോ എണ്ണം. അനിയൻകുട്ടൻ എത്ര വയസ്സായി? എനിക്ക് 54 വയസ്സായി. നമ്മൾ സമപ്രായക്കാരാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ശബ്ദം അത്ര ചെറുപ്പക്കാരൻ്റെ ശബ്ദമാണ്. ചെറുപ്പക്കാരെന്ന് വെച്ചാൽ എൻ്റെ അതേ വയസ്സാണെന്നാണ് ഞാനും വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇടക്കിടക്ക് ശ്രീ അനിയൻകുട്ടൻ എന്നൊക്കെ വിളിക്കുമ്പോഴേ അപ്പോൾ ഞാൻ വയോധികരുടെ കാര്യങ്ങൾ താല്പര്യത്തോടത്തോട് പറഞ്ഞുകൊണ്ട് വളരെ വയോധികനായ ഒരാളാണോ എന്ന് ചോദിച്ചത്. അല്ല. അപ്പം 2 സ്ഥലത്ത് തൊണ്ടയ്ക്ക് വലിയ കുഴപ്പമാണ്. അപ്പോൾ ഈ ഒരു വകുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകുന്നിടത്ത് എത്രയോ എണ്ണം റോഡിലും രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും മഴയും നനഞ്ഞ് വെയിലും കൊണ്ട് കിടക്കുന്നു. ആ ഒരു വകുപ്പ് നമ്മളെ സർക്കാർ കൊണ്ടുവരുവാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ പ്രവർത്തിച്ചു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിനൊക്കെ പൈസ എവിടെ നിന്ന് ശ്രീ അനിയൻകുട്ടാ? പൈസ ഇത് ഒന്നും കാണാതെ അതിൽ നമ്മൾ കല്ലെറിയുവാണ്. മാങ്ങ ഉണ്ടെങ്കിലല്ലേ കല്ലെറിയുള്ളൂ. അല്ല, പക്ഷെ എൻ്റെ ഒരു ആശങ്ക ഇതാണ്, ഇതൊക്കെ ആദ്യം മാങ്ങയൊക്കെ എറിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വൈകി പോകുന്നവനെ പിടികൂടാനായിട്ട് മുഴുവൻ പോലീസ് സന്നാഹവും ഒരു ഘട്ടത്തിൽ ഇതിനു വേണ്ടി ഇറങ്ങി. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പോലീസുകാരോട് പോലീസുകാർക്ക് ഇരിക്കപ്പുറതയില്ല, വൈകുന്നേരം ഇത്ര രൂപ കളക്ഷൻ അടയ്ക്കണം, കോട്ട കൊടുത്ത് പിടിപ്പിക്കുകയാണ്. അവിടെ ഏതെങ്കിലും ഇങ്ങനെ ചായക്കടയുടെ പുറകുവശത്ത് ഇരുന്ന് ചിലരൊക്കെ ഒളിഞ്ഞ് സിഗരറ്റ് വലിക്കുന്നവരെ ഓടിച്ചിട്ട് പിടിക്കുക. അല്ലെങ്കിൽ ഈ വണ്ടിയൊക്കെ വരുമ്പോൾ ചില സ്ഥലത്ത് ഇത് പെട്ടെന്ന് സ്ലോ ആകുന്ന സ്ഥലങ്ങളുണ്ടാകും. അത് ഇവർക്കറിയില്ല. ഇവരിത് ചെടിയുടെ നടുവിലോ മറ്റോ ആയിരിക്കും ഈ സ്പീഡ് ലിമിറ്റിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ വന്ന് ഒളിഞ്ഞിരിക്കുക. അതുപോലെ അർദ്ധരാത്രി ഇതുപോലെ ആളുകളുടെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞ് ഇതടയ്ക്കുക. കുറേ കഴിയുമ്പോഴാണ് ഇത് പലരും അറിയുന്നത് തന്നെ. അപ്പോൾ ആ 3 മാസം മുമ്പ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ ഇല്ലയോ എന്ന് ചിലർ ഓർക്കില്ല. ഇട്ടിട്ടുണ്ടാവും, പക്ഷേ അതെങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യും, അതിനുവേണ്ടി നടന്നാൽ എത്ര പൈസ ചിലവാകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് 250-300 അടച്ചു പോകുക എന്നുള്ള തീരുമാനത്തിലേക്ക് പല ആളുകൾ എത്തിയ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് കോൺഗ്രസിനോടും കോൺഗ്രസ് സർക്കാരിനോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം, നിങ്ങളിത് പ്രഖ്യാപിക്കുന്നത് സന്തോഷം തന്നെ, പക്ഷേ അതിനുള്ള ധനസ്രോതസ് കണ്ടെത്തണം. അതിന് പകരം ആളുകളെ ചെറിയിടത്ത് കൊണ്ടുപോയിരുന്ന് പിന്നീട് പോലീസിന് ഈ ക്രമസമാധാനവും അതുപോലെ മോഷണവും കള്ളവും ഒന്നും സമയമില്ല. രാവിലെ എഴുന്നേറ്റാൽ ഈ ബുക്കും എടുത്ത് ഇറങ്ങുകയാണ് റെസീറ്റ് വിരിക്കാനായിട്ട്. പോലീസിൻ്റെ നിലവാരം തന്നെ ജനങ്ങളുടെ മുന്നിൽ തിടിയുകയാണ്. ആ നിലയിലേക്ക് ഇത് എത്തിക്കുമോ എന്നൊരു വലിയ ഭയാശങ്ക എനിക്കുണ്ട്. ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ സാറേ, ഇത് ഒരു പ്രശ്നം പറഞ്ഞ പോലെ ഇവിടെ നീതിപ്പിരിവ് പിരിക്കാനുണ്ട്. മുൻ സർക്കാർ ചെയ്ത അനുഭവങ്ങളാണ് നമ്മൾ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം വരികയില്ല. ഇതെല്ലാം കണ്ടോണ്ടല്ലേ നമ്മുടെ സർക്കാർ ഇതിന് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അവർക്കറിയാം ഇത് പിരിവെടുക്കാൻ എങ്ങനെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിരിവെടുക്കുക, അത് ദൂർത്തടിച്ച് കളയുക, ഇത് ഇങ്ങനെയുള്ള പോക്കാ പോയത്. ദൂർത്ത് കുറച്ചാൽ തന്നെ ഈ യാത്രയും ദൂർത്തും അതൊക്കെ കുറച്ചാൽ തന്നെ സർക്കാരിന് കുറെ പൈസ ലാഭിക്കാൻ കഴിയും. പക്ഷേ ഭയങ്കര ദൂർത്തും കേരളീയം നടത്തി, അയ്യപ്പസംഘം നടത്തി, എത്ര കോടി രൂപ അവിടെ കൊണ്ടുവന്ന ഒരു കണക്കുമില്ല, വാഴയ്ക്കോ ചുക്കുമില്ല, ഒന്നുമില്ല. ആദ്യം ചോദിക്കാം, ഇതന്നെ ചൈനയോ? അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജേന്ദ്രൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വാർഷിക വരുമാനം കാർഡ് ഇറക്കി, വാർഷികം വരുമാനം ഇത്ര രൂപയിൽ ഒരു പ്രത്യേക രൂപ ഫിക്സ് ചെയ്യുക, അതിൽ താഴെയുള്ളവർക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുക എന്നതാണ് ശരിയായ കാര്യം എന്നാണ് എന്നോട് രാജേന്ദ്രൻ നായർ
പറയുന്നത്. ജോർദാൻ പറയുന്നു ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് കരുതി പുതുപ്പള്ളിയിൽ നിന്ന് ഞങ്ങളൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് പോകാനിരുന്നതാണ്, ഇല്ല എന്നറിഞ്ഞപ്പോൾ അത് വലിയ സങ്കടമായി പോയി. എനിക്കും വലിയ സങ്കടമായി. ചാണ്ടി ഉമ്മനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. ഒരു പക്ഷേ പാർട്ടി അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കൊടുക്കുകയായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ ഇപ്പം എന്ത് ചെയ്യാം. ശ്രീ രാജേന്ദ്രൻ കുന്നത്തൂർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇക്കാര്യത്തിൽ മന്ത്രി റവന്യൂ വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ഹെവി റെയിൻ ഇൻ ബാംഗ്ലൂർ എന്ന് എന്നോട് ശ്രീമതി സൗമ്യ പറയുന്നു. കുര്യൻ എന്നോടൊപ്പം രാധാകൃഷ്ണൻ പറഞ്ഞത് കറക്റ്റാണ്. ഇവിടെ കിട്ടാനുള്ള നികുതി മുഖം നോക്കാതെ പിരിച്ചെടുക്കണമെന്ന് പറയുന്നു ശശിധരൻ പിള്ളை. അതിന് കുര്യൻ യെസ് എന്ന് പറയുന്നു. KSRTCയുടെ കാര്യത്തിൽ നല്ല പരസ്യം കൊണ്ട് നികത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. അതൊക്കെ എത്ര കണ്ട് സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറ്റുനോക്കാം. V4 മീഡിയ എന്നോട് പറയുന്നു കക്കുന്നവരെല്ലാം പാർട്ടിയിലും ഉണ്ടാകും, എന്നാൽ കഴിഞ്ഞ 10 വർഷം കട്ടുമുടിച്ചതുപോലെ ഒരു സർക്കാരിനും പറ്റില്ല എന്ന്. അങ്ങനെ ഒരു ഇതാണ്. ഓക്കെ. ഗൗതം എന്നോടൊപ്പം ചേർന്ന്. ഗൗതം നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷേ പഴയ പോലെ ഇൻവോൾവ്മെൻറ്റ് വിളിയൊന്നും കാണുന്നില്ല. ഹായ് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഗൗതം. ജസ്റ്റിൻ ജോർജ് പറയുന്നു KSRTC കട്ടപ്പുറത്ത് കയറാതിരിക്കട്ടെ എന്ന് പറയുന്നു. എസ് കുമാർ നമ്മുടെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. PSC മെമ്പേഴ്സിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് മെമ്പർ ചേഞ്ച് ആകുമോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. അതെനിക്കൊന്ന് അവർക്കൊരു കാലാവധിയുണ്ട്. യൂത്തിനു വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. വരും മനു പ്രൈവറ്റ് ബസ്സുകാരുടെ സ്ഥിതി ഒന്ന് നോക്കണം, ഒരു ദിവസം അതും കൂടി ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ ഗൗതമിന് പ്രൈവറ്റ് ബസ് ഉണ്ടോ അതോ പൊതുവേ പറഞ്ഞതായിരിക്കും? ഓക്കെ. അപ്പോൾ സത്യപ്രതിജ്ഞ പോയവർ കിരൺ ബാബുവിനെ അവിടെ കണ്ടു എന്നാണ് പറയുന്നത്. കൊള്ളാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, സർക്കാർ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ജനമനസ്സിലേക്ക് നടന്നു കയറുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ VD സതീശൻ ഇന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. പ്രഖ്യാപനങ്ങൾ നടത്താൻ എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. ആദ്യമായിട്ട് ശ്രീ VD സതീശനും അദ്ദേഹത്തിന്റെ ടീമിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പക്ഷേ തുടക്കം ശരിയായെന്ന് ചോദിച്ചാൽ അത്ര ശരിയായില്ലെന്നാണ് തോന്നുന്നത്. കാരണം ആശമാർക്ക് 21,000 രൂപ കൊടുക്കുമെന്ന് ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചില്ല. അതിന്റെ ഒരു സന്തോഷമില്ലായ്മ ആശമാരുടെ നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രതീക്ഷിച്ചതായില്ല, പക്ഷേ എന്തായാലും 3000 ആയില്ലേ. ഇപ്പൊ ഇനി അടുത്ത് അത് വീണ്ടും കൂട്ടുമെന്നല്ലേ പറയുന്നത്. അപ്പൊ നോക്കൂ, നമുക്ക് ഈ ഒരു വാതിലിന്റെ പകുതി തുറന്നു കിടക്കുമെന്ന് പറഞ്ഞാൽ മറ്റേ വാതിലിന്റെ പകുതി അടഞ്ഞു കിടക്കുമെന്നല്ലേ അർത്ഥം. 3000 കൂട്ടിയെന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും കൂട്ടിയില്ല എന്ന് ചോദിക്കുമ്പോ, ഈ UDF ഭരിക്കുന്ന കാലത്ത് പിണറായി വിജയൻ അധികാരത്തിൽ കയറുമ്പോ 1000 രൂപയായിരുന്നു ആശമാരുടെ ഓണറേറിയം. അതിപ്പോ 9000 ആയി. അവര് സമരം ചെയ്യുമ്പോ 7000 ആയിരുന്നത് 2 പ്രാവശ്യമായിട്ട് കൂട്ടി 9000 ആക്കി. 2000 കൂട്ടി. അതിപ്പോ പഴയ കഥയില്ല. ഇപ്പൊ പുതിയ സർക്കാരിന്റെ കാലത്ത് 3000 കൂടി. എന്ത് പഴയ കഥ? ഒരു മാസം മുമ്പല്ലേ 1000 കൂട്ടിയത് ബജറ്റിലൂടെ. 3000 കൂട്ടി. അതെ, ഈ 3000 അല്ലേ കൂട്ടിയത്. വാഗ്ദാനം എന്തായിരുന്നു? വാഗ്ദാനം അവരുടെ ആവശ്യം ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ തീരുമാനിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് ഇനി അത് തർക്കിച്ചിട്ട് കാര്യമില്ല, നടന്നിട്ടില്ല. ഏതായാലും നമ്മൾ രണ്ടുപേരല്ല അതിനകത്ത് അഭിപ്രായം പറയേണ്ടത്. ആശമാര് തന്നെ പറഞ്ഞവര് അതിനകത്ത് അവർ ഹാപ്പി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആ വിഷയം ഇടാം. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഈ 25 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി ഇന്നത്തെ ക്യാബിനറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സൗജന്യ യാത്ര വനിതകളുടെ കാര്യം ജൂൺ 15-ന് എന്തോ വ്യവസ്ഥകളോടെ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ സതീശൻ പറഞ്ഞിട്ടുള്ളൂ. പ്രഖ്യാപനങ്ങൾ വന്നില്ലേ, എല്ലാം ഒരു ദിവസം കൊണ്ട് മാന്ത്രിക വടിയുള്ള ആളല്ലല്ലോ VD സതീശൻ. എല്ലാം തുടങ്ങുന്നു. ജനത്തിന് മാന്ത്രിക വടിയൊന്നും ഇല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷെ യാത്ര ചെയ്യുന്ന ബസ്സിനകത്ത് കയറി KC വേണുഗോപാലും രമേശ് പിഷാരടിയും 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് സൗജന്യ യാത്രയാണെന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോ എല്ലാത്തിനും ഇല്ലേ, സോഷ്യൽ മീഡിയയിലില്ലേ? 15-ാം തീയതി മുതൽ വേണ്ട. ഈ അധികാരത്തിൽ കൂട്ടും എന്ന് പറഞ്ഞ അവർ അവസാന ദിവസമല്ലേ കൂട്ടിയത്. ഞാൻ അതല്ല പറയുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോ ആ പറയുന്ന പോയിന്റ് തീർന്നിട്ട് അടുത്തതിലേക്ക് ചാടാവൂ. ഞാൻ പറഞ്ഞത് KC വേണുഗോപാലും രമേശ് പിഷാരടിയും ബസ്സിനകത്ത് കയറി 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ അല്ലേ? ഓടെ 15-ാം തീയതി വേണ്ട. 15-ാം തീയതി മന്ത്രിസഭ അധികാരത്തിൽ വന്നില്ല. എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞില്ല? നാളെ മുതൽ അല്ലെങ്കിൽ ജൂൺ 1 മുതൽ എന്ന് പറഞ്ഞില്ല. ജൂൺ 15 മുതൽ ഏതോ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇത് സാധിക്കുമെന്ന് സതീശൻ പറഞ്ഞിട്ടുള്ളൂ.
എന്ന ശരി, അപ്പൊ കണ്ടീഷൻ നമുക്ക് നോക്കാം വെക്കുന്നുണ്ട്. ഏതായാലും എന്ത് സംഭവിക്കുമെന്ന്. അപ്പൊ ഇന്നത്തെ ഈ അതാണ് സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഈ അപ്പൊ നമ്മുടെ സ്ഥിരം പ്രശ്നമാണല്ലോ ഉണ്ടല്ലോ, നാളെയും നമുക്ക് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാം. ഏതായാലും ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞാൻ യൂട്യൂബിൽ ഒരു പോൾ നടത്തിയിരുന്നു. എന്താണ് ജനങ്ങൾ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി. ഈ പണം ഇത് തികയുമോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ പ്രഖ്യാപനങ്ങൾക്ക് ഖജനാവിൻ്റെ സ്ഥിതി അറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ 89% ആളുകളും വലിയ പ്രതീക്ഷയാണ് ഈ സർക്കാരിൽ വയ്ക്കുന്നത്. അത് കഴിയും എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ക്ഷേമ പദ്ധതികൾ ഏത് സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. പക്ഷേ ക്ഷേമവും സാമ്പത്തിക സ്ഥിരതയും തമ്മിലൊരു സന്തുലിതാവസ്ഥ ഉണ്ടാകണം. അത് നഷ്ടപ്പെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും, അത് ബാധ്യതയായി മാറും. സൗജന്യങ്ങളും വേതന വർധനവുകളും ജനജീവിതത്തിന് താങ്ങാണ്. അതിന് ആവശ്യമായ വരുമാനം കണ്ടെത്തുക എന്നതാണ് സർക്കാരിന് മുന്നിലെ വലിയ കടമ്പ. സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാതെ, നിക്ഷേപങ്ങളും വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കാതെ മുന്നോട്ട് പോയാൽ ക്ഷേമ വാഗ്ദാനങ്ങളുടെ ഭാരം ഒടുവിൽ ഖജനാവിന്മേലാകും വീഴുക. അതുകൊണ്ട് ഒരു സർക്കാർ വിജയിക്കുന്നത് പ്രഖ്യാപനങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, ക്ഷേമവും വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്, മികച്ച ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുക തന്നെ വേണം. പക്ഷേ സംസ്ഥാനത്തിനെ വളർച്ചയിലേക്ക് നയിക്കേണ്ട വലിയ ഉത്തരവാദിത്വം കൂടി ഒരു സർക്കാരിനുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.